ഇപ്പോൾ വിദ്യാഭ്യാസ പ്രവർത്തകൻ ഷാജിർ ഖാൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഷാജിർ ഖാൻ, ചർച്ചകളിലൂടെ ഒരു സമവായ നീക്കത്തിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. വിസിയുമായൊക്കെ സംസാരിച്ചു എന്ന് മന്ത്രി ആർ ബിന്ദു പറയുന്നുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഈ ചർച്ചകൾ കൊണ്ട് എന്ന് കരുതാമോ? അല്ല, അത് പരിഹരിക്കപ്പെടുക തന്നെ വേണം. ഇതിനകത്ത് അക്രമവും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണല്ലോ കഴിഞ്ഞ കുറെ നാളുകളായി കേരള സർവകലാശാലയ്ക്ക് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഒരു അടിയന്തരമായൊരു പരിഹാരം വേണം. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സംഘപരിവാറിന്റെയും ഗവർണറുടെയും രാഷ്ട്രീയ അജണ്ട വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാകുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള കാര്യം. ചക്കളത്തിൽ പോര് അവസാനിപ്പിക്കണം. പക്ഷെ നയപരമായ കാര്യങ്ങളിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നത് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ ഗവൺമെന്റ് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഗവൺമെന്റ് എന്നല്ല, സർവകലാശാല സ്വതന്ത്രമായി ആ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിക്കണം. അതിനകത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരു വിധത്തിലും അതിന്റെ ഇന്റേണൽ അഫയേഴ്സിൽ ഇടപെടാൻ പാടില്ല. അക്കാദമികമായ കാര്യങ്ങളിലോ ഭരണപരമായ നടത്തിപ്പിലോ ഇടപെടാൻ പാടില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഗവർണർ പോലും യഥാർത്ഥത്തിൽ സർവകലാശാലയ്ക്ക് അകത്തുള്ള ഒരാളല്ല, അതൊരു എക്സ്റ്റേണൽ ഏജൻസി മാത്രമാണ്. അപ്പോൾ പുറത്തുള്ള ഒരാളാണ്. അപ്പോൾ സർവകലാശാല അതിനുള്ളിൽ സ്വതന്ത്രമായിട്ട് പോകണം. സർവകലാശാലയുടെ വൈസ് ചാൻസലറും പ്രോ വൈസ് ചാൻസലറും അടക്കമുള്ള മുഴുവൻ ആളുകളും അക്കാദമിക രംഗത്തുള്ളവരാകണം. രാഷ്ട്രീയ നോമിനികളോ അവരുടെ ചർച്ചക്കാരോ വരാൻ പാടില്ല എന്ന സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഗവൺമെന്റ് കേന്ദ്ര BJP സർക്കാരും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ പ്രകാരം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ, അതായത് ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അധികാര വടംവലി മാത്രമാണല്ലോ. ഈ പറയുന്ന താക്കോൽ സ്ഥാനങ്ങളിൽ ആര് വരണം എന്നതിനെ സംബന്ധിക്കുന്ന തർക്കവും തമ്മിലടിയും മാത്രമാണ്. അല്ലാതെ നയപരമായ കാര്യത്തിൽ ഒരു വിധത്തിലുള്ള വിയോജിപ്പ് ഉള്ളതായി തോന്നുന്നില്ല. അടിസ്ഥാനപരമായിട്ട് വലിയ വിയോജിപ്പുകളൊന്നും തന്നെ ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോ സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനിഷ്ട സംഭവങ്ങളും അവിടെ VCയും ബാക്കിയുള്ളവരും ഒക്കെ തമ്മിലുള്ള ഈ ഏറ്റുമുട്ടലും എല്ലാം അവസാനിപ്പിക്കുക, എന്നിട്ട് സർവകലാശാലയെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുക. അത് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും ശരി, കേന്ദ്ര ഗവൺമെന്റിന്റെയോ ഗവർണറുടെയോ പ്രതിനിധിയായി വൈസ് ചാൻസലറോ ഈ സ്ഥാപനത്തിലുള്ളവർ പ്രവർത്തിക്കാൻ പാടില്ല. അതിപ്പോ താൽക്കാലിക VC ആകട്ടെ, അതിന് ഉത്തരവാദിത്വം വഹിക്കുന്ന ഏതൊരാളുടെയും ഉത്തരവാദിത്വമാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോ വൈസ് ചാൻസലർ വാർത്താ സമ്മേളനം പോലും പൂർത്തിയാക്കാതെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ പുറത്തിറങ്ങിപ്പോ ബഹിഷ്കരിച്ചു പോകുന്ന ഇതൊക്കെ കാണുകയുണ്ടായി. എന്തായാലും ശരി, നമുക്ക് സർവകലാശാലയിൽ സമാധാനപരമായ അന്തരീക്ഷം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം. അത് എന്തായാലും അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് തന്നെ കരുതാൻ. വളരെയധികം നന്ദി ശ്രീ ഷാജിർ ഖാൻ പ്രതികരിച്ചതിന്. വിജിൻ വായാന്തോട് തുടരുന്നുണ്ട്. വിജിൻ, ഇപ്പോൾ ഗവർണറെ നേരിട്ട് കണ്ട് കൂടുതൽ ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ ഒരു അനനയ നീക്കത്തിലേക്കൊക്കെ എത്തേണ്ട ഒരു സാഹചര്യമാണോ നിലവിൽ കാണുന്നത്? ആ വിഷയത്തെക്കുറിച്ച് എന്താണ് മന്ത്രി പറയുന്നത്?